ഹായ്, ഇത് പ്രയാഗ്രാജ് ദൃഷ്ടി IAS സിവിൽ ലൈൻ റോഡ്. ഇവിടെ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ത്രിവേണി സംഗമത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. ഇവിടുന്ന് ത്രിവേണി സംഗമം വരെ 11 കിലോമീറ്ററാണ് ദൂരം. ഈ ദൂരം അത്രയും നടന്നു തന്നെ പോകണം, വണ്ടികൾ വിടില്ല. ഞാൻ കണ്ട കുംഭമേളയിലെ തിരക്കുകളും ത്രിവേണി സംഗമത്തിലേക്കുള്ള യാത്രാ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ. ഈ തിരക്കുകളുടെ കാഴ്ചകളെ ഈ വീഡിയോയിൽ ഉള്ളൂ. തിരക്കുകളിലൂടെ നടന്നും പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ലോക്കൽ ആളുകൾ കിലോമീറ്ററിന് ഇത്ര രൂപ ഈടാക്കി ആളുകളെ കൊണ്ടുപോകുന്ന ബൈക്കുകളിലും കയറി ത്രിവേണി സംഗമം വരെയുള്ള വേറിട്ടൊരു യാത്രയുടെ കാഴ്ചകൾ. കണ്ടില്ലേ വഴിയിലെ തിരക്ക്. ജനസംഖ്യ കൊണ്ടും തയ്യാറെടുപ്പ് കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും ആത്മീയത കൊണ്ടും പലതിലും ഈ കുംഭമേള ലോകത്ത് ഒന്നാമതാണ്. ഒരു ബൈക്ക് കിട്ടി. കുറച്ചു ദൂരം ഇതിലാണ് പോകുന്നത്. ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു 1.5 യാത്രയാണ്. ശരിക്കും ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്ര തന്നെ ഇത്. ചില സിനിമകളിൽ കാണുന്ന അധോലോക ബൈക്ക് റേസ് പോലെയായി ഈ യാത്ര. മഹാകുംഭമേള ആചാരങ്ങളുടെ ഒരു മഹത്തായ ഒത്തുചേരലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത് സ്നാന ചടങ്ങാണ്. ത്രിവേണി സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ ഒത്തുകൂടുന്നു. പുണ്യജലത്തിൽ മുങ്ങിക്കുളിച്ചാൽ എല്ലാ പാപങ്ങളിൽ നിന്നും സ്വയം ശുദ്ധീകരിക്കാനും പുനർജന്മ ചക്രത്തിൽ നിന്നും തന്നെയും പൂർവികരെയും മോചിപ്പിക്കാനും ഒടുവിൽ മോക്ഷം അല്ലെങ്കിൽ ആത്മീയ വിമോചനം നേടാനും കഴിയുമെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. മഹാകുംഭമേള ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരെയും സഞ്ചാരികളെയും ആകർഷിക്കുന്ന ഒരു പുണ്യ തീർത്ഥാടനവും വിശ്വാസ ഉത്സവവുമാണ്. ഈ അസാധാരണ യാത്രയിൽ മഹാകുംഭമേളയെ യഥാർത്ഥത്തിൽ സവിശേഷവും വിസ്മയകരവുമായ ഒരു സംഭവമാക്കി മാറ്റുന്ന നിരവധി ആകർഷണങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും. പ്രത്യേക പ്രാധാന്യമുള്ള ചില പ്രത്യേക തീയതികളുണ്ട്. ഈ തീയതികളിൽ സന്യാസിമാരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും വിവിധ അഖാഡകളിലെ അംഗങ്ങളുടെയും ഗംഭീരമായ ഘോഷയാത്രകൾ നടക്കുന്നു. പ്രത്യേക പ്രാധാന്യമുള്ള മൗനി അമാവാസ്യയുടെ അന്ന്, അതായത് ജനുവരി 29 വെളുപ്പിന് 4 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് മൗനി അമാവാസ്യ സ്നാനത്തിന്റെ സമയം. ഈ ദിവസം ഏകദേശം 10 കോടി ജനങ്ങൾ സ്നാനത്തിന് വരുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ത്രിവേണി സംഗം നഗർ. ഇനി കുറച്ചുകൂടി പോയാൽ സ്നാനസ്ഥലമായി. സ്നാനച്ചടങ്ങുകൾക്ക് പുറമെ
തീർത്ഥാടകർ പുണ്യനദിയുടെ തീരത്ത് പൂജകൾ നടത്തുകയും വിവിധ സാധുക്കളുടെയും സന്യാസിമാരുടെയും നേതൃത്വത്തിൽ പ്രബുദ്ധമായ പ്രഭാഷണങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. പൗഷ് പൂർണിമയുടെ ശുഭകരമായ അവസരത്തിൽ ആരംഭിക്കുന്ന പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ പുണ്യജലത്തിൽ മുങ്ങിക്കുളിക്കുന്നത് പവിത്രമായി കണക്കാക്കപ്പെടുന്നു. നോക്കൂ, എത്രയെത്ര ജനങ്ങളാണ് മൗനി അമാവാസി സ്നാനം ചെയ്യുന്നതെന്ന്. ആൺപെൺ വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധ ജനങ്ങൾ ഇവിടെ മുങ്ങി നിർവൃതി നേടുന്നു. ഇനി ഇതുപോലെയൊന്ന് വരണമെങ്കിൽ 144 വർഷം കഴിയണം. ഏകദേശം 3 തലമുറകൾ കഴിയണം. മകരസംക്രമം മുതൽ ശിവരാത്രി വരെ 1.5 മാസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിൽ 45 കോടി തീർത്ഥാടകർ എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 100 കോടി പേർക്കുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യ, ചൈന ഒഴിവാക്കി ലോകത്തുള്ള 204 രാജ്യങ്ങളുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് അത്. 45 കോടി എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് 45 ദിവസം കൊണ്ട് ഈ നഗരത്തിൽ യാത്ര ചെയ്തു വന്നു പോകും. എത്ര ട്രെയിൻ, എത്ര വിമാനങ്ങൾ, എത്ര ബസ്സുകൾ, എത്ര റോഡുകൾ, ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ദേശീയപാതകൾ, സർക്കാരും സ്വകാര്യ ബസ്സുകൾ, എന്തെല്ലാം സജ്ജീകരണങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. ഈ കുംഭമേള വഴി ഏകദേശം $50 ബില്യൺ ഉത്തർപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വന്നു ചേരും. അത് വികസനമായും തൊഴിലായും ക്ഷേമ പദ്ധതികളായും സാധാരണക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇത് ഡിജിറ്റൽ മഹാകുംഭമേള. ഭക്തിയെ ടെക്നോളജി കൊണ്ടും ആധ്യാത്മികതയെ ഡിജിറ്റൽ വൽക്കരിച്ചും ലോകത്തിന് തന്നെ നാളെയുടെ മോഡലാണ് ഉത്തർപ്രദേശ് കാണിച്ചു കൊടുക്കുന്നത്. നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന കുംഭമേള ഭൂമിയിലെ അത്ഭുതങ്ങൾ ഏറെയാണ്. 1.5 ലക്ഷം ടെന്റുകൾ, 1.5 ലക്ഷം ടോയ്ലറ്റുകൾ, 25,000 മാലിന്യ ശേഖരണ ടാങ്കുകൾ, 15,000 ശുചീകരണ ജീവനക്കാർ, 160 മാലിന്യ ശേഖരണ വാഹനങ്ങൾ, 69,000 LED ലൈറ്റുകൾ, 30 താൽക്കാലിക പാലങ്ങൾ, 50,000 പോലീസ് അർദ്ധസൈനിക വിഭാഗം, 3,000 CCTV ക്യാമറകൾ, തീപിടുത്തം തടയുന്നതിനായി മാത്രം 13,000 കോടി രൂപയുടെ സുരക്ഷാ സംവിധാനങ്ങൾ, 351 ഫയർ എഞ്ചിനുകൾ, 50-ലധികം ഫയർഫോഴ്സ് സ്റ്റേഷനുകൾ, 2,000-ലധികം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, വെള്ളത്തിനടിയിലും ആകാശത്തും ഉപയോഗിക്കുന്ന ഡ്രോണുകൾ. ഇങ്ങനെ പോകുന്നു മേളനഗരിയിലെ വിശേഷങ്ങൾ. ഇനി മടക്കം. വിശ്വാസമായാലും അല്ലെങ്കിലും ഇതൊരു കാഴ്ച തന്നെ, അനുഭവവും. വന്ന തിരക്കിലൂടെ തന്നെ മടങ്ങണം, നടന്നു തന്നെ. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.